ഓണം ഇങ്ങ് എത്തിയല്ലേ. പറഞ്ഞു പറഞ്ഞ് നമ്മുടെ റെസിപ്പീസും കുറേ ആയി. അപ്പോൾ നമുക്കിന്ന് ഓണം സദ്യ സീരീസ് സ്പെഷ്യൽ എപ്പിസോഡ് 8 ഒരു മാമ്പഴ പച്ചടി ഉണ്ടാക്കാം. മാമ്പഴ പച്ചടി എൻ്റെ ഫസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഞാൻ മാമ്പഴ പച്ചടി ഉണ്ടാക്കിയിട്ടില്ല. എനിക്കങ്ങനെ ഈ മധുരമുള്ള കറികളോടൊന്നും വലിയ താല്പര്യമില്ല. എനിക്ക് നല്ല എരിവും പുളിയൊക്കെ ഉള്ള കറികളാണ് ഇഷ്ടം. മാമ്പഴ പച്ചടി എൻ്റെ ഹസ്ബൻഡിനാണ്. പുള്ളിക്ക് ഈ മധുരവും എരിവും ഒക്കെ ചേർന്ന് വരുന്ന കറികളൊക്കെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ ഓണ സീരീസിൻ്റെ 8ാമത്തെ വിഭവമായ മാമ്പഴ പച്ചടി കാണാം. നല്ല പഴുത്ത വലിയൊരു മാമ്പഴമാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അത് തൊലിയൊക്കെ കളഞ്ഞ് കുറച്ച് ചെറുതായി കട്ടാക്കി അതിലേക്ക് ഒരു 2-3 പച്ചമുളകും ഇട്ട് നമുക്ക് കുറച്ച് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഈ പച്ചടി വളരെ വേഗം റെഡിയാകും. മാമ്പഴമായതുകൊണ്ട് തന്നെ വളരെ വേഗം ഇത് വെന്ത് കിട്ടും. വെന്ത് വരാനായിട്ട് അധിക സമയമൊന്നും വേണ്ട എന്നർത്ഥം. നമുക്കൊരു 3-4 കൂട്ടം കറികളൊക്കെ വേണമെങ്കിൽ ഒരു പഴുത്ത മാങ്ങ ഉണ്ടെങ്കിൽ ഒരു പച്ചടി വേഗം റെഡിയാക്കാം. ഇനി നമുക്ക് നമ്മുടെ പച്ചടിയിലേക്കുള്ള തേങ്ങ അരപ്പ് തയ്യാറാക്കാം. അതിനായി കുറച്ചധികം തേങ്ങ തിരികിയതും അതിലേക്ക് കുറച്ച് ജീരകവും കടുകും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കാം. വെന്തുടഞ്ഞ നമ്മുടെ മാങ്ങ ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഒന്നും കൂടെ ഒന്ന് നമുക്ക് ഉടച്ചെടുക്കാം. ഉടച്ചെടുത്ത് നമുക്കതിനെ ഒന്ന് ചൂടൊക്കെ മാറ്റി വയ്ക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ തേങ്ങ അരപ്പിട്ട് ഒന്ന് നല്ലതുപോലെ ഇളക്കി ചെറുതായി ഒന്ന് ചൂടാക്കാം. നമുക്ക് കുറച്ച് തൈര് കൂടെ വേണം. അല്പം പുളിയൊക്കെ ഉള്ള തൈരാണെങ്കിൽ നന്നായിരിക്കും. തൈരും നല്ലതുപോലെ ഒന്ന് ഉടച്ച് നമ്മുടെ ഈ തേങ്ങ അരപ്പിലിട്ട് ഒഴിച്ച് ഒന്ന് ഇളക്കി ചെറുതായി ഒന്ന് ചൂടാക്കാം. തിളപ്പിക്കുന്നില്ല, ചെറുതായി ഒന്ന് ചൂടാക്കിയാൽ മതി. അതിനിടയ്ക്ക് ഒരല്പം മുളക് പൊടി കൂടി ഞാൻ നമ്മുടെ മാങ്ങയിലേക്ക് ഇട്ടിട്ടുണ്ട്. ആ ഒരു എരിവും മധുരവും ഒക്കെ ഒന്ന് ബാലൻസ് ആക്കാനാണ്. കാരണം നമ്മുടെ മാങ്ങ ഭയങ്കര മധുരമാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ താളിപ്പ് കൂടെയായ നമ്മുടെ മാമ്പഴ പച്ചടി റെഡിയായി. മാമ്പഴത്തിലേക്ക് താളിച്ചൊഴിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും പിന്നെ കറിവേപ്പിലയും ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. എന്നിട്ട് അതുകൂടി നമ്മുടെ മാമ്പഴ പച്ചടിയിലേക്ക് ഒഴിച്ചാൽ നമ്മുടെ പച്ചടി റെഡിയായി. നല്ല മഞ്ഞ കളറ് നമ്മുടെ വാഴയിലയിൽ സദ്യയൊക്കെ വിളമ്പുമ്പോൾ നമ്മുടെ ബീട്രൂട്ട് പച്ചടിയുടെയും വെള്ളരിക്ക പച്ചടിയുടെയൊക്കെ അടുത്തായിട്ട് മാമ്പഴ പച്ചടി കൂടി വെച്ചാൽ നല്ല കളറും അതുപോലെ തന്നെ ആ രുചിയിലൊരു ഡിഫറൻസും നമുക്കറിയാൻ പറ്റും. അപ്പോൾ എല്ലാവരും എൻ്റെ മാമ്പഴ പച്ചടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കുക. അപ്പോൾ നമ്മുടെ ഓണം സീരീസിൻ്റെ അവസാനത്തോട്ട് വന്നേക്കുക. അവസാന എപ്പിസോഡുകൾ ആവാറായി. അപ്പോൾ ലാസ്റ്റ് എപ്പിസോഡുകൾ എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? എല്ലാവരും ഒന്ന് കമൻ്റ് ആക്കുക. എന്താണ് നമ്മുടെ 9th എപ്പിസോഡെന്ന്.